നമുക്കിനിയും ഉള്ളിൽ ആന്തരിക മുറിവുകളും പരാധീനതകളും വിഷമങ്ങളും കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ അന്തമായി പോയിട്ടുള്ള ഏതെങ്കിലും മേഖല ഉണ്ടെങ്കിൽ മൃദുവായി നീ ഒന്ന് തുടരണമേ. അങ്ങനെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും. ഹൃദയം ഇനിയെന്നും നിൻവാസഗേഹമാകും. കൺമുൻപിൽ നീ ഇല്ലെങ്കിലും വിശ്വാസത്താലെ കാണുന്നിതാ. മൃദുവാ നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും. ഹൃദയം ഇനിയെന്നും നിൻവാസഗേഹമാകും. ആത്മനാശ ഭീതിയാൽ നിരാശയിൽ ഞാൻ താഴുമ്പോൾ, ആത്മനാശ ഭീതിയാൽ നിരാശയിൽ ഞാൻ താഴുമ്പോൾ, അഭയം നീയേകി മുറിവിൽ നീ തഴുകി. എൻ മോക്ഷം നീയല്ലോ. മൃദുവാ നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും. ഹൃദയം ഇനിയെന്നും നിൻവാസഗേഹമാകും. കർത്താവേ, ഞങ്ങൾ ആ ഡേറ്റ് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഓഗസ്റ്റ് 15 പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളാണ്. അന്തോനിയോസ് പുണ്യാളൻ്റെ ജന്മദിന തിരുനാൾ. സെപ്റ്റംബർ 8 മറിയത്തിൻ്റെ ജന്മദിന തിരുനാൾ. ഡിസംബർ 25 ഈശോയുടെ ജന്മദിന തിരുനാൾ. കർത്താവ്, ഈ 3 തിരുനാളുകളിൽ ഞങ്ങൾക്ക് അനുഗ്രഹം തരണമേ. ഞങ്ങൾക്ക് സാധ്യമല്ലെന്ന് വിചാരിക്കുന്ന മേഖലകളിൽ പോലും കർത്താവെ ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണമേ. ഈ 2026 പൂർത്തിയാകുന്നതിന് മുമ്പ് പല തടസ്സ മേഖലകളും തുറന്നിട്ട് തരണമേ. സാധ്യമല്ലെന്നോർത്തതാ മഹാത്ഭുതങ്ങൾ നീ ചെയ്തു. സാധ്യമല്ലെന്നോർത്തതാ മഹാത്ഭുതങ്ങൾ നീ ചെയ്തു. ജന്മം നിൻ പാതേ സ്തുതിയായി ഞാനേകാ നിൻ സാക്ഷിയാകും ഞാൻ. മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും. ഹൃദയം ഇനിയെന്നും നിൻ വാസഗേഹമാകും. കൺമുൻപിൽ നീ ഇല്ലെങ്കിലും വിശ്വാസത്താലെ കാണുന്നിതാ. മൃദുവാ നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും. ഹൃദയം ഇനിയെന്നും നിൻ വാസഗേഹമാകും. ചേർന്ന് പാടാം. മൃദുവായി നീ തൊടുകിൽ എൻ
എന്നാത്മം സൗഖ്യം നേടും. ഹൃദയം ഇനിയെന്നും നിൻ വാസഗേഹമാകും.